നോമ്പ് തുറക്കുമ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്നുള്ളതാണ്. സാധാരണ നമ്മൾ നോമ്പിൻ്റെ സമയം എന്ന് പറയുന്നത് നമ്മളൊരു 14-15 മണിക്കൂറോളം ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. കൂടുതൽ പ്രത്യേകിച്ച് അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, വയറ്റിൽ നേരത്തെ അസിഡിറ്റി ഉള്ള ആൾക്കാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അസിഡിറ്റി കൂടുതൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആ സമയത്ത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അസിഡിറ്റി കൂടെ അതായത് ലെമൺ, നാരങ്ങ ഉള്ള ഐറ്റംസ്, അതേമാതിരി കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പിന്നെ അതേമാതിരി എണ്ണയിൽ പൊരിച്ച സാധനങ്ങളൊക്കെ ആ സമയത്ത് കഴിക്കുന്നത് പരമാവധി കുറക്കുന്നതാണ് നല്ലത്. അതിന് പകരം നമ്മൾ അസിഡിറ്റി കൂടുതൽ ഉണ്ടാക്കാത്ത സാധനങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക. അതായത് ആപ്പിൾ, പപ്പായ, തണ്ണിമത്തൻ, പഴം, അങ്ങനെയുള്ള സാധനങ്ങൾ ഏതെങ്കിലും ജ്യൂസായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ടായിട്ട് കട്ട് ചെയ്തിട്ടോ കഴിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ്, അതായത് ഈസിലി അവൈലബിൾ ആയിട്ട് കക്കരിക്ക, ക്യാരറ്റ്, അങ്ങനെയുള്ള വെജിറ്റബിൾസും അതിൻ്റെ കൂടെ കഴിക്കുന്നത് ആ സമയത്ത് വളരെ നന്നായിരിക്കും. അതേപോലെ ഡ്രിങ്ക്സ് നമുക്ക് തരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതേമാതിരി പാല് ചേർത്ത സാധനങ്ങൾ ഉപയോഗിക്കുന്നതും ആ സമയത്ത് അസിഡിറ്റി ഏറ്റവും കൂടിയിരിക്കുന്ന സമയമാണ് നോമ്പ് തുറക്കുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്ത് ഇത്തരം അസിഡിറ്റി പരമാവധി കുറക്കാൻ ഇത്തരം കാര്യങ്ങൾ സഹായിക്കും. ഒഴിവാക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ കൂടുതൽ അസിഡിറ്റി ഉള്ള സാധനങ്ങൾ, പുളിയുള്ള സാധനങ്ങൾ, എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ, അതേമാതിരി കാർബണേറ്റഡ് സാധനങ്ങൾ, ഗ്യാസ് കൂടുതൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, സോഡ അല്ലെങ്കിൽ അതേമാതിരിയുള്ള പരമാവധി ആ സമയത്ത് കുറക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.